ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. ദോശകൾക്ക് പുറമെ ഊത്തപ്പം, ഇഡ്ഡലി, ചപ്പാത്തി, പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ ചേലക്കര. വഴിയോര വിശ്രമ കേന്ദ്രങ്ങളിൽ വൃത്തിയും ഗുണമേന്മയും പ്രധാനം. മന്ത്രി എം.ബി. രാജേഷ്. വൃത്തിയോടെയും ഗുണമേന്മയോടെയും സർക്കാരിന്റെ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ നിലനിർത്താൻ ഏറ്റെടുക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് അഭിപ്രായപ്പെട്ടു. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സഹായത്തോടെ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ശുചിമുറികൾ എന്നത് മനുഷ്യാവകാശമാണെന്നും യാത്ര ചെയ്യുന്ന സ്ത്രീകളടക്കമുള്ളവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ടേക്ക് എ ബ്രേക്ക് കേന്ദ്രങ്ങൾ കൊണ്ടുവന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മളെല്ലാവരും പോയി കണ്ടു. നല്ല മനോഹരമായിട്ടുണ്ട്, വൃത്തിയായിട്ടുണ്ട്. അപ്പം എനിക്കിതിൻ്റെ നടത്തിപ്പുകാരോട് പറയാനുള്ളത്, ആരെ കുടുംബശ്രീയാണ് നടത്തിപ്പാൻ, ആരായാലും അവരോട് പറയാനുള്ളത്, ഇതേ വൃത്തി നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞാലേ ഇത് നന്നായിട്ട് മുന്നോട്ട് പോകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൃത്തിയായി ഇത് സൂക്ഷിക്കുക എന്നതാണ്. ടേക്ക് എ ബ്രേക്ക്. നല്ല ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണമൊക്കെ നടന്നിട്ടുള്ളത്. നല്ല ഡിസൈനാണ്. പ്രാഥമിക ആവശ്യങ്ങൾ ആളുകൾക്ക് നിർവഹിക്കാൻ ഉള്ള സൗകര്യത്തോടൊപ്പം ഒരു കഫറ്റേരിയ കൂടി അതിലുണ്ട്. കാപ്പി, ലഘുഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്വാളിറ്റി നിലനിർത്തുക. ഇപ്പോൾ എങ്ങനെയാണോ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഉള്ളത്, എപ്പോൾ അങ്ങനെ നിർത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അങ്ങനെ നിലനിർത്താൻ കഴിയണം. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നല്ല കെട്ടിടം നമ്മൾ ഉണ്ടാക്കും, നല്ല സൗകര്യങ്ങൾ ഉണ്ടാവും, അത് ശരിയായി പരിപാലിക്കില്ല. ശുചിമുറികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വൃത്തിയുള്ള ശുചിമുറി വളരെ ഒരു പ്രധാനപ്പെട്ട മനുഷ്യാവകാശമാണ്. വൃത്തിയുള്ള ശുചിമുറി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആരംഭിച്ചു. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഈ ടീ ബ്രേക്ക് എന്ന ആശയം വന്നത്. അതിനൊരു കാരണമുണ്ട്. കേരളത്തിലെ ഒരുപാട് സ്ത്രീകൾ അന്ന് ഈ പ്രശ്നം ഉന്നയിക്കുകയുണ്ടായി. യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് എവിടെയെങ്കിലുമൊക്കെ നിർവഹിക്കാം കാര്യങ്ങൾ, സ്ത്രീകൾ എന്ത് ചെയ്യും? സ്ത്രീകൾക്ക് കേരളത്തിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യമില്ലാത്തതിനെ കുറിച്ച് അപ്പോഴാണ് എല്ലാവരുടെയും കണ്ണു തുറന്നത്. അങ്ങനെയാണ് ഗവൺമെൻറ് ഇങ്ങനൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നത്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 1472 ടേക്ക് എ ബ്രേക്കുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഏറെക്കുറെ 1100 എണ്ണം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കുറേ സ്ഥലത്ത് പണി പൂർത്തിയായി, പ്രവർത്തനം നടക്കുന്നില്ല. ഇവിടെ എന്തായാലും പഞ്ചായത്ത് പണി പൂർത്തിയാക്കി പെട്ടെന്ന് പ്രവർത്തനക്ഷമമാക്കി എന്ന് ഞാൻ പഞ്ചായത്തിനെ അഭിനന്ദിക്കുന്നു. UR പ്രദീപ് MLA അധ്യക്ഷനായി. ഗുണകിട്ടുന്ന രീതിയിൽ ആവട്ടെ എന്നാണ്. ഒപ്പം വളരെ കൃത്യമായി ഇവിടെ നമ്മുടെ പരിസരവും എല്ലാം വളരെ വൃത്തിയായി സൂക്ഷിക്കാൻ രീതിയിലൊരു മനസ്സും ഉണ്ടാവണം. വിശ്രമ കേന്ദ്രത്തിൽ വരുന്ന ആളുകൾ പൊതുവേ അവിടെ വന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈ തുടയ്ക്കാനും എല്ലാം ഉപയോഗിക്കുന്ന പേപ്പർ അലക്ഷ്യമായി വിട്ടുപോകാനും, നമ്മൾ ആരും കണ്ടാലും, നമ്മുടെ ഈ നാട്ടിലെ പൗരന്മാർ ആര് കണ്ടാലും ദയവ് ചെയ്ത് അത് മറ്റേ വേസ്റ്റ് ബിന്നിൽ തന്നെ നിക്ഷേപിക്കാനുള്ളൊരു മനസ്സ് കാണിക്കണം എന്ന് സൗഹാർദ്ദം പറഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യും. നമ്മുടെ കേരളം ഈ കാര്യങ്ങളിൽ മാത്രമല്ല പല കാര്യങ്ങളും മാതൃകയാണ്. വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കേരളത്തിലുണ്ടെങ്കിലും എന്നാൽ നാടിൻ്റെ ഒരു പൊതു വളർച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കാറുണ്ട്. ഇവിടെയും കേരളം വളരെ വൃത്തിയുള്ള ഒരു സംസ്ഥാനമായി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള കേരളം വലിയ ഇടപെടലാണ്. ആ ഇടപെടൽ ഭാഗമായി ഇന്ന് വർഷങ്ങളായി നമ്മുടെ കേരളത്തിൽ തലവേദനയായി നിന്നായിരുന്ന മാലിന്യ കുമാരങ്ങളെല്ലാം ഇപ്പോൾ മാറ്റി നമുക്ക് അവിടെല്ലാം പൂന്തോട്ടങ്ങളായി മാറ്റിയിട്ടുണ്ട്. കെ രാധാകൃഷ്ണൻ MP വിശിഷ്ടാതിഥിയായി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S നായർ എന്നിവർ മുഖ്യാതിഥികളായി. അസിസ്റ്റന്റ് എഞ്ചിനീയർ അലൻ ജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. 28 ലക്ഷം രൂപ ചിലവിൽ തിരുവില്ലാമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തായി നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ കഫറ്റീരിയ, ശുചിമുറി, ഭിന്നശേഷി സൗഹൃദ റാമ്പ് എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ഭാവിയിൽ കുട്ടികൾക്കായി പാർക്കും ഒരുക്കാൻ പഞ്ചായത്ത് പദ്ധതിയിടുന്നു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ്, തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ, പഞ്ചായത്ത് അംഗങ്ങളായ വി രാമചന്ദ്രൻ, വിനി ഉണ്ണികൃഷ്ണൻ, യു ദേവി, എം ഗിരിജ, ആർ രഞ്ജിത്ത്, കെ ബാലകൃഷ്ണൻ, പ്രശാന്തി എം, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷാജി തോമസ്, മധു ആനന്ദ്, മൊയ്തീൻകുട്ടി, ജയപ്രകാശ്, ലിജിൻ ഫ്രാൻസിസ്, വ്യാപാരി പ്രതിനിധി ടി നാരായണൻകുട്ടി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രേഖാബി നായർ തുടങ്ങിയവർ പങ്കെടുത്തു. CCV ന്യൂസ്, തിരുവല്ലാമല.